ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അതൊരു വിസ്മയത്തിൻ്റെ ദിവസമായിരുന്നു. ഭീരുക്കളായിരുന്ന അപ്പസ്തോലന്മാർ ധീരന്മാരായി മാറിയ ദിവസം, പെന്തക്കോസ്ത് തിരുനാൾ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. ഇതൊരു വലിയ ദിനത്തിൻ്റെ ഓർമ്മയാണ്, അനുസ്മരണമാണ്. ആ ദിനത്തിൻ്റെ ശക്തി നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ആർജിച്ചെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നത് ഒരേ മനസ്സോടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മയുടെയും സ്ലീഹന്മാരുടെയും ജീവിതത്തിലേക്കാണ്. യഹൂദരെ ഭയന്ന് ഈശോയുടെ ഉദ്ധാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം കതകടച്ച് പ്രാർത്ഥിച്ചിരുന്ന സ്ലീഹന്മാരുടെ മേലേക്കാണ് തീനാവുകളായി ജ്വലനമേയിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. ആത്മാവ് അവരുടെ മേൽ ആവസിച്ചു കഴിഞ്ഞപ്പോൾ, ഈശോ മിശിഹായുടെ വാഗ്ദാനം പൂർണ്ണമായി അവരുടെ ജീവിതത്തിലേക്ക് നിറവേറ്റപ്പെട്ടപ്പോൾ, ആത്മാവിൻ്റെ ചൈതന്യത്താൽ അവർ പ്രവർത്തന നിരതരാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തിരുസഭയുടെ ഒന്നാം ദിവസം തന്നെ പത്രോസ് വളരെ ശക്തമായി പ്രസംഗിക്കുകയും ആ പ്രസംഗത്തിൽ യഹൂദ ആയിട്ടുള്ള ഒത്തിരിയേറെ ആളുകൾ പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ജെറുസലേം ദേവാലയത്തിൽ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് പത്രോസിൻ്റെ ഈ പ്രസംഗം കേട്ട് മാനസാന്തരത്തിലേക്ക് വരുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ബാബേൽ ഗോപുരവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ഭാഷ ചിന്നിച്ചിതറിപ്പോകുന്നുണ്ട്. എന്നാൽ പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേൽ ആവസിച്ചു കഴിയുമ്പോൾ അവർ പ്രസംഗിക്കുന്ന പ്രസംഗം വിവിധ ഭാഷകളിൽ ചിന്നിച്ചിതറിക്കപ്പെട്ട ജനങ്ങൾ അവരവരുടെ ഭാഷകളിൽ കേൾക്കുകയാണ്. അതിനുശേഷം മാമോദിസ സ്വീകരിച്ച് സഭയിൽ അംഗങ്ങളായി ഇവർ ഓരോരുത്തരും മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നിറഞ്ഞു കവിയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രവർത്തിക്കാം. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ അശക്തരായവരെല്ലാം ശക്തരായി തീരുമെന്നും ചിതറിക്കപ്പെടുന്നതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്നും ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ വായനകൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് ഓരോ മനുഷ്യരിലേക്കും ജീവനും പ്രകാശവും സൗന്ദര്യവുമൊക്കെ നൽകുന്നതെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനിലേക്ക് ആത്മാവിനെ നൽകി ജീവൻ നൽകുന്നതാണ്. ജീവരഹിതമായ വസ്തുക്കൾക്ക് ജീവൻ നൽകുന്നതാണ് ആത്മാവെന്ന് പെന്തക്കോസ്ത് തിരുനാൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ ഓരോ മനുഷ്യനിലേക്കും പ്രവേശിച്ച് മനുഷ്യന് ജീവനുള്ളതായിത്തീരുന്നു. മനുഷ്യൻ്റെ ജീവനെ കാത്തുപരിപാലിക്കുവാനായിട്ട് ഈ ആത്മാവ് എപ്പോഴും അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. ഈ ജീവൻ പരിശുദ്ധാത്മാവ് നൽകുന്നത് നിത്യജീവനാണ്. എന്നാൽ പാപം ചെയ്ത മനുഷ്യൻ ആ നിത്യജീവനെ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. ഈ നഷ്ടപ്പെട്ടു പോയ നിത്യജീവൻ നമുക്ക് വീണ്ടും നൽകുന്നത് ഈശോയാണ്. അതാണ് സുവിശേഷം നമ്മൾ കാണുന്നത്. ഈശോയുടെ മരണശേഷം യഹൂദരെ ഭയന്ന് കടച്ചിരിക്കുന്ന സ്ലീഹന്മാരുടെ ഇടയിലേക്ക് ഈശോ കടന്നു വന്നിട്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുകയാണ്.
നഷ്ടപ്പെട്ടു പോയ നിത്യജീവൻ വീണ്ടും അവർക്ക് നൽകിക്കൊണ്ട് ഈശോ ഈ ഭൂമിയിൽ തുടങ്ങി വെച്ച ഈശോയുടെ മിഷൻ കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് അവരെ പറഞ്ഞേൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യ മാതാപിതാക്കൾ പാപത്താൽ നഷ്ടപ്പെടുത്തിയ ആ നിത്യജീവനെ പുതിയ നിയമത്തിൽ ഈശോ വീണ്ടും തൻ്റെ ശിഷ്യന്മാരിലൂടെ ഈശോനെ അനുഗമിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നൽകുകയാണ്. ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ സ്ലേഹന്മാരെ ഒരുക്കിയതുപോലെ നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് ആ സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മുമ്പോട്ട് പോകുവാനായിട്ട് പരിശ്രമിക്കാം. ഓരോ ക്രിസ്ത്യാനിക്കും പരിശുദ്ധാത്മാവിനെ നൽകുന്നത് മാമോദിസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയുമാണ്. സ്ഥൈര്യലേപനത്തിലൂടെയും മാമോദിസായിലൂടെ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിച്ച് പരിശുദ്ധാത്മാ ശക്തിയാൽ നിറഞ്ഞ് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളിൽ ജീവനും ശക്തിയും സ്നേഹവുമൊക്കെ വർദ്ധിപ്പിക്കുമ്പോൾ, പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, അങ്ങയുടെ വെളിവിൻ്റെ കരുണങ്ങൾ ഞങ്ങളിലേക്ക് വീശണമേ എന്ന് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ചൊല്ലിത്തന്ന പ്രാർത്ഥനയൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുവാനായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയുവാനായിട്ട്, തീക്ഷ്ണതയോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പെന്തക്കോസ്ത് ദിനത്തിൽ ആരംഭിച്ച സഭ ഇന്നതിൻ്റെ സർവ മഹോന്നതമായ പ്രവൃത്തികളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ, സ്ലേഹന്മാരിലൂടെ കൈമാറി വന്ന നമ്മുടെ വിശ്വാസം അഭംഗരം പരിപാലിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ, ഞങ്ങളുടെ പ്രവൃത്തികളാൽ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ സ്നേഹത്തോടെ വിശുദ്ധിയോടെ പരിശുദ്ധാത്മാവിൽ നിറവിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആത്മാവാണ് ജീവൻ, ആത്മാവാണ് സ്നേഹം, ആത്മാവാണ് വിജ്ഞാനം. ആ വിജ്ഞാനത്തിലൂടെ സന്തോഷപരമായ ജീവൻ നയിക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ സ്ലേഹന്മാരെ പോലെ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുവാനായിട്ട്, സമാധാനത്തോടെ ജീവിക്കുവാനായിട്ട്, മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്ന വ്യക്തികളായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ശംസിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.